ഹലോ ഗൈസ്, നമ്മളിന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത് കോവയ്ക്ക മെഴുക്ക് പുരട്ടി. അതിനായി ഒരു പാത്രം വെക്കാം, അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം, അതിലേക്ക് കടുക് ഇടുക. കടുക് പൊട്ടിയതിന് ശേഷം കറിവേപ്പില ആഡ് ചെയ്യുക. കറിവേപ്പിലയും ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒരു സവാള ആഡ് ചെയ്യാം. സവാള നീളത്തിലരിഞ്ഞതാണ്, അത് നമുക്കതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. സവാള ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കത് കുറച്ച് നേരം ഒന്ന് വേകണം. അതിനായി നമുക്ക് പാത്രം അടച്ച് വെക്കുക. അപ്പോൾ നോക്കിയാൽ കുറച്ച് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കോവയ്ക്ക ആഡ് ചെയ്യാം. കോവയ്ക്ക ഞാൻ റൗണ്ടായിട്ടാണ് അരിഞ്ഞേക്കുന്നത്. കോവയ്ക്ക അതിലേക്ക് ആഡ് ചെയ്യാം. കോവയ്ക്ക ആഡ് ചെയ്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട്. അതിന് ശേഷമാണ് ഞാൻ അതിലേക്ക് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തേക്കുന്നത്. അതിനുശേഷം നമുക്കതിലേക്ക് മുളക് പൊടി ആഡ് ചെയ്യണം. നമുക്കതിലേക്ക് മുളക് പൊടിയും ആഡ് ചെയ്യാം. ഞാനിവിടെ പച്ചമുളക് മറ്റൊന്നും ആഡ് ചെയ്യുന്നില്ല, അതുകൊണ്ട് എരിവിനനുസരിച്ച് മുളക് പൊടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. മുളക് പൊടിയും ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഇളക്കുക. പിന്നെ അതുപോലെ തന്നെ ഉപ്പ് ആവശ്യത്തിന് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഉപ്പും ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് പാത്രം അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ ഇപ്പം നോക്കി ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് സിമ്പിൾ ആൻഡ് ടേസ്റ്റിയാണ്. ട്രൈ ചെയ്ത് നോക്കാം.